ഇതിനിടയ്ക്ക് ചില ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് അതാ പിന്നെ ആ കത്ത് അവിടെ അങ്ങനെയാണ്, ഈ കത്ത് ഇവിടെ എങ്ങനെയാണ്, അതുപോലെ തന്നെ KJU സെക്രട്ടറി അങ്ങനെ കൊടുത്തിട്ടില്ല, കത്ത് ഇങ്ങനെ കൊടുത്തില്ല, കത്തോട് കത്ത് വെല്ലുവിളിച്ചപ്പോൾ ഭയങ്കര വായിൽ ഇതാ ജംഇയ്യത്തുൽ ഉലമ ഇവിടെ സെക്രട്ടറിയാണ് വെല്ലുവിളിക്കുന്നത്, ഇതാ വിസ്തം പണ്ഡിത സഭയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. എന്താണ്? സൂറത്തുൽ ജിൻ 6-ാമത്തെ ആയത്തിന്റെ വിഷയത്തിൽ വൈജ്ഞാനിക ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു 100 വട്ടം തയ്യാറാണ്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? തയ്യാറുണ്ടോ നിങ്ങൾ ചോദിച്ചു, തയ്യാറുണ്ടത് ഞങ്ങളും പറഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? എങ്കിൽ വെല്ലുവിളിച്ച് നിങ്ങളാണ്, നിങ്ങൾക്ക് കത്ത് തരണം. കത്ത് തരൂല. കത്ത് ജംഇയ്യത്തുൽ ഉലമ കൊടുക്കാറില്ല, വെല്ലുവിളിക്കാറുണ്ടോ? ജംഇയ്യത്തുൽ ഉലമ തൊള്ളോണ്ട് പറയും, എഴുത്തോണ്ട് കൊടുക്കൂല. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു ജംഇയ്യത്തുൽ ഉലമ ഉണ്ടോ ലോകത്ത്? തൊള്ളോണ്ട് ഇങ്ങനെ വെല്ലുവിളിക്കും. ഉണ്ടോ? അലൈസ മിൻകും റജുലുർ റശീദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ച് നടക്കും KJU. പക്ഷെ കത്ത് ഔദ്യോഗികമായി നിങ്ങളെ തൊള്ള ഞങ്ങൾക്ക് തെളിവല്ല. കാരണം നിങ്ങളെ തൊള്ള ഇന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2007 മുതൽ 2012 വരെ ശിർക്കല്ല 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇപ്പോൾ അതാ ശിർക്കാണ് ശിർക്കാണ് ശിർക്കാണെന്ന് ഇങ്ങനെ ആവർത്തിച്ച് മാറ്റുക. അതുകൊണ്ട് നിങ്ങളെ തൊള്ള ഞങ്ങൾക്ക് തെളിവല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നും ചോദിക്കുന്നു, ഈ പരപ്പരങ്ങാടിയിൽ വെച്ച് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ ഔദ്യോഗികമായി കൊണ്ട് നിങ്ങളുടെ കേരള ജംഇയ്യത്തുൽ ഉലമയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വിസ്തം പണ്ഡിത സഭയെ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പരപ്പനങ്ങാടിയിൽ പിന്നെ KJUക്കാർ തമ്മിൽ പിന്നെ എന്താ പറയുക, KJU കത്ത് കൊടുത്തതില്ല, മറ്റൊരു കമ്മിറ്റിക്ക് കത്ത് കൊടുത്തതാണ്. ഞാൻ ചോദിക്കുന്നു, പരപ്പനങ്ങാടിയിൽ ആദ്യം ആരാ വെല്ലുവിളിച്ചത്? പരപ്പനങ്ങാടിയിൽ ആദ്യം ആരാ വെല്ലുവിളിച്ചത്? കായക്കൊടി. പരപ്പനങ്ങാടിയിൽ പതി മുസ്ലിയാരാണ് മുജാഹിദീങ്ങളെ വെല്ലുവിളിച്ചത്. പതി മുസ്ലിയാർ വെല്ലുവിളിച്ചു. ആ പാരമ്പര്യങ്ങൾക്കാണ്. അപ്പോൾ പതി മുസ്ലിയാർ വെല്ലുവിളിച്ചാൽ പോരാ, അത് അദ്ദേഹം പലവർ മാറ്റി പറയും. അപ്പോൾ ജംഇയ്യത്തുൽ ഉലമ ഇടപെടണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ജംഇയ്യത്തുൽ ഉലമ പിന്നെ KJU പിന്നെ അതിൽ ഇടപെട്ടു. അതുപോലെ തന്നെ KJUവും അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമാണ് അതിൽ ഇടപെട്ട് സംവാദം നടത്തിയിട്ടുള്ളത്. പിന്നെ മണ്ണാർക്കാട് കത്ത് കൊടുത്തത് മുജാഹിദ് പ്രവർത്തകന്മാർക്കാണ്, സമസ്തക്കല്ല. എങ്കിൽ ആ മുജാഹിദ് പ്രവർത്തകന്മാർ തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്, ഒരു കത്ത് ഞങ്ങൾക്കും തരൂ. നിങ്ങൾക്കിപ്പോൾ KNMന്റെ ആൾക്കാർക്ക് കത്ത് കൊടുക്കും, വിസ്തത്തിന് കത്ത് കൊടുക്കൂല എന്നാണോ? എങ്കിൽ നിങ്ങൾ ആരെയാ വെല്ലുവിളിച്ചത്? വിസ്തത്തല്ലേ? വിസ്തത്തേക്ക് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെല്ലുവിളിക്കാം, കത്ത് കൊടുക്കൂല എന്നാണെങ്കിൽ നിങ്ങൾ KJUവിൻ്റെ ഔദ്യോഗിക ലെറ്റർ പേഡിൽ കത്ത് തന്നാൽ ഇൻഷാ അല്ലാഹ് ഇനി എവിടെ വെച്ചാണെങ്കിലും പരപ്പനങ്ങാടിയിൽ എവിടെ വെച്ച് നിങ്ങൾ തയ്യാറാണ്. എന്താ ഇപ്പോൾ KJUവിന് കൂടാൻ എന്താ ഇത്ര പേടി? ഇങ്ങനെ ഞങ്ങൾ ആ കത്ത് അങ്ങനെയല്ല കൊടുത്തത്, ഈ കത്ത് ഇങ്ങനെയല്ല കൊടുത്തതെന്നൊക്കെ കത്ത് ഇങ്ങനെ ഉരുണ്ട് പറഞ്ഞാൽ എന്തിനാ? വെല്ലുവിളിച്ചതൊന്നും ഓർമ്മയില്ലേനോ? അപ്പം നിങ്ങൾ കത്ത് തരണം എന്ന് തന്നെയാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.